അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത് എന്നീ മൂന്ന് കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു വ്യവസ്ഥയാണ്. എന്താണ് ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുവാനുള്ള കാരണം? ശരീഅത്ത് കൊണ്ട് മാത്രം അള്ളാഹുവിലേക്ക് വസൂലാകാൻ സാധിക്കുമെന്നും ഞങ്ങളാണ് യഥാർത്ഥ ശരീഅത്തിൻ്റെ അഹ്ലുകാരെന്നും പറഞ്ഞ് സാധുക്കളായ ജനങ്ങളുടെ ഈമാനും ഇസ്ലാമും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം പണ്ഡിത വേഷധാരികളുടെ കടന്നുകയറ്റം കൂടിയിരിക്കുന്നു എന്നതാണ്. അവർ ഇതിന് ഉത്ബോധനമായി കൊണ്ടുവരുന്ന തെളിവെന്താണ്? മഹാനരായ ജുനൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഇബാറത്താണ്. എന്താണ് ജുനൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു വാക്യം? ഫഇന്നഹു ലൈസ ലനാ സബീലുൻ ഇലൽ ഹഖ് സുബ്ഹാനഹു വതആല ഇല്ല ശരീഅത്തുൽ മുതഹ്ഹറ. അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് എത്താനുള്ള മാർഗം അത് മുതഹ്ഹറായ ശരീഅത്ത് മാത്രമാണ്. ഇവിടെയാണ് അപഗ്രഥിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് സാധ്യതയുള്ളത്. എന്താണ്? മഹാനരായ ജുനൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഒരു ഇബാറത്തിൽ തന്നെ ഈ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നവരുടെ വിഡ്ഢിത്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, അതിലേക്ക് നമുക്ക് വരാം. നമുക്കറിയാം സൈനുദ്ദീനിൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു മഖ്ദൂമിയാക്കളിൽ പെട്ട സൂഫി വര്യനാണ്. നമുക്ക് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ കൃത്യവും വ്യക്തവുമായ രേഖ നമുക്ക് ലഭിച്ചത് മഖ്ദൂമികളിൽ നിന്നാണ്. മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമാണല്ലോ അദ്കിയ എന്നത്. ആ അദ്കിയയിൽ കാണാം, ഇന്ന ത്വരീഖ ശരീഅത്തുൻ വ ത്വരീഖത്തുൻ വ ഹഖീഖത്തുൻ ഫസ്മഅ ലഹാ മാ മുസ്സില. യഥാർത്ഥ മാർഗം, റൂട്ട് എന്ന് പറഞ്ഞാൽ ത്വരീഖത്തും ശരീഅത്തും ഹഖീഖത്തിൻ്റെയും സമാഹാരമാണ്. നിങ്ങൾ നോക്കൂ, നഹ്വിൻ്റെ നിയമങ്ങൾ പഠിച്ച പണ്ഡിതന്മാർക്കും മുതഅല്ലിമീങ്ങൾക്കും ഒക്കെ അറിയാം, ഒരു അത്ഫ് അവിടെ കൊണ്ടുവന്നത് മുഗായറത്തിന് വേണ്ടിയാണ്. അപ്പം ശരീഅത്ത് ഒരു തലമാണ്, ത്വരീഖത്ത് മറ്റൊരു തലമാണ്, ഹഖീഖത്ത് മറ്റൊരു തലമാണ്. എന്നിട്ട് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫസ്മഅ ലഹാ മാ മുസ്സില. അതിൻ്റെ ഉദാഹരണങ്ങൾ പറയപ്പെട്ടിരിക്കുന്നു, അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിൻ്റെ വ്യാഖ്യാനം മസ്ലക്കിൽ കാണാം, ഇസ്മഅ മാ മസ്സലൽ ഖൗമു ലിഹാദിഹി സലാസ. ഈ മൂന്നെണ്ണത്തിനും അൽ ഖൗം ഉദാഹരണപ്പെടുത്തിയിട്ടുണ്ട്, അത് ശ്രദ്ധിച്ച് കേൾക്കണം. ആരാണ് അൽ ഖൗം? സൂഫിയാക്കൾ. അവരെന്താണ് അതിന് ഉദാഹരണം പറഞ്ഞത്? ശരീഅത്തെന്ന് പറഞ്ഞാൽ ഒരു കപ്പലാണ്, ത്വരീഖത്തെന്ന് പറഞ്ഞാൽ സമുദ്രമാണ്, ഹഖീഖത്തെന്ന് പറഞ്ഞാൽ ആ സമുദ്രാഴിയിലുള്ള വിലമതിക്കാനാകാത്ത മുത്തുകളാണ്. അപ്പോൾ ശരീഅത്തും ഉൾക്കൊള്ളണം, ത്വരീഖത്തും ഉൾക്കൊള്ളണം, ഹഖീഖത്തും ഉൾക്കൊള്ളണം എന്ന് സാരം. ഇവിടെയാണ് മഹാനരായ ജുനൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്ക് നാം ഒന്ന് പരിശോധിക്കേണ്ടത്. അവിടെ പറഞ്ഞത് ഇല്ല ശരീഅത്തുൽ മുതഹ്ഹറ എന്നാണ്, പരിശുദ്ധമാക്കപ്പെട്ട ശരീഅത്ത്. പരിശുദ്ധമാക്കപ്പെട്ട ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ത്വരീഖത്ത് കൊണ്ട് കടഞ്ഞെടുക്കപ്പെട്ട ശരീഅത്ത് കൊണ്ട് മാത്രമേ അള്ളാഹുവിലേക്ക് വസൂലാകാൻ സാധിക്കൂ. അപ്പോൾ ദീനിൻ്റെ ഏറ്റവും മുഖ്യമായ ഒരു ഭാഗമാണ് ത്വരീഖത്ത്. അതെങ്ങനെയാണ് മുഖ്യമായ ഭാഗം ത്വരീഖത്താകുന്നത്? നമുക്കറിയാം, വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഈമാൻ, ഇസ്ലാം, ഇഹ്സാനിൻ്റെ സമാഹാരമാണല്ലോ. ഒരു
ഇസ്ലാം, ആ ഇസ്ലാം ബാഹ്യപ്രകടനവും ഈമാൻ ആന്തരികമായ ഇബാദത്തും ആണ്. ഈ ഇബാദത്തുകൾക്ക് ഭംഗം വന്നേക്കാം, സാധ്യതയുണ്ട്. ശിർക്ക് കൊണ്ടും ലോകമാന്യം കൊണ്ടും കാപഢ്യവും കൊണ്ടും ഒക്കെ ഭംഗം വന്നേക്കാം. ഈ സാഹചര്യത്തിൽ ഇതിനെയൊക്കെ സംരക്ഷിക്കുവാൻ ഇഹ്സാൻ കൂടിയേ തീരൂ. അവിടെയാണ് തരീഖത്തിൻ്റെ പ്രസക്തിയും പ്രബലമാകുന്നത്. എങ്ങനെയാണ് ഇഹ്സാൻ ലഭിക്കുന്നത്? അത് തരീഖത്തിലൂടെ മാത്രമേ ഇഹ്സാൻ ലഭിക്കുകയുള്ളൂ. തരീഖത്തിലൂടെ ഇഹ്സാൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഇസ്ലാമിനെയും ഈമാനെയും സംരക്ഷിക്കുന്നത് ഇഹ്സാനാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കാണാം. സൂറത്തുൽ ബഖറയിലെ 112-ാമത്തെ ആയത്തിൽ കാണാം, ബല മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ. ഇഹ്സാൻ ഉൾക്കൊണ്ടവനായ നിലയിൽ അവൻ്റെ ശരീരത്തെ അള്ളാഹുവിന് വഴിപ്പെടുത്തിയാൽ, സൂറത്തുൽ മാഇദയുടെ 93-ാമത്തെ ആയത്തിൽ കാണാം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഉണ്ടോ? ഈമാന്റെ കൂടെയും അവിടെ ഇഹ്സാനെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇഹ്സാൻ ഈമാനിനെയും ഇസ്ലാമിനെയും സംരക്ഷിച്ച് നിർത്തുന്ന ഒരു കവചമാണ് എന്ന് സാരം. ഈ ഇഹ്സാൻ കൈവരിക്കണമെങ്കിൽ എന്തിലൂടെ മാത്രമേ സാധിക്കൂ? തരീഖത്തിലൂടെയേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ തരീഖത്ത് എന്നത് ഇസ്ലാമിൻ്റെ ഒരു മുഖ്യമായ ഭാഗമാണ്. ഈ തരീഖത്തില്ലാതെ വെറും ഒരു ശരീഅത്ത് കൊണ്ട് ഒരിക്കലും നമ്മുടെ ഇസ്ലാം പൂർണ്ണമാവുകയില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് ചില പണ്ഡിത വേഷധാരികൾ അവർ ശരീഅത്തിന് വേണ്ടി മാത്രം സംസാരിക്കുകയും അതിന് തെളിവ് നിരത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ഖേദകരമായ കാര്യം ഉണ്ട്. അവരെ സംബന്ധിച്ച് മഹാനരായ അബ്ദുല്ലാഹു ബിൻ അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്താവയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇങ്ങനെ ശരീഅത്ത് വാദികൾ, ആ ശരീഅത്തിന് വേണ്ടി തെളിവുകൾ നിരത്തുന്നവർ പിശാചിൻ്റെ ദുർബോധനത്തിനും ശരീര ഇച്ഛയ്ക്കും വഴങ്ങിയവരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് വേണ്ടത് മുത്തഹറായൊരു ശരീഅത്താണ്. ആ ശരീഅത്തിന് തരീഖത്ത് അനിവാര്യമാണ്. അർഹമർ റാഹിമീനായ റബ്ബ് നമ്മളെ അള്ളാഹുവിലേക്ക് എത്തിക്കട്ടെ. നമ്മുടെ എല്ലാ മാനസികമായ എല്ലാ ചെയ്തികളും എല്ലാ മോശങ്ങളും അള്ളാഹു മാറ്റി നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി അള്ളാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. മഅസ്സലാമ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.